ഇതിൽ ഞാൻ സെക്ഷൻ എയിൽ തന്നിരിക്കുന്ന പ്രോബ്ലംസ് ടി റേസ് ടു എൻ, അതായത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ എഫ് ഓഫ് ടി ഫോമിലുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് തന്നേക്കുന്നത്. അതായത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി എഫ് ഓഫ് ടി ഉണ്ട്, ടി റേസ് ടു എൻ എഫ് ഓഫ് ടി ഉണ്ട്. അടുത്തതിൽ തന്നിരിക്കുന്ന ലാപ്ലാസ് ട്രാൻസ്ഫോം സെക്ഷൻ ബി തന്നിരിക്കുന്ന ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എൽ ഓഫ് എഫ് ഓഫ് ടി ബൈ ടി ഫോമാണ്. അടുത്തത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് ടി ഡി ടി ഫോം. അപ്പോൾ ഈ 3 ഫോമിലുള്ള പ്രോബ്ലമാണ് തന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തെ പ്രോബ്ലത്തിൽ ഫസ്റ്റ് പ്രോബ്ലം ഞാൻ എല്ലാത്തിലും കുറച്ച് പ്രോബ്ലം ചെയ്ത് കാണിക്കാം. ആദ്യത്തെ സെക്ഷനിലും ആദ്യത്തെ 3 പ്രോബ്ലം ചെയ്യും, ബാക്കി 8 നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം ഈസ് എൽ ഓഫ് ടി കോസ് ഒമേഗ ടി. അപ്പോൾ അത് ചെയ്യുന്നതിന് അപ്പം നമുക്കിതിൽ വേണ്ടത്, ഇപ്പം നമ്മുടെ റിസൾട്ട് എൽ ഓഫ് ടി എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു -1 ഇൻറ്റു എഫ് ഡാഷ് എസ് ഇതാണുള്ളത്. അപ്പം നമുക്ക് ഏറ്റവും ആദ്യം ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് ഒമേഗ ടി, നമ്മുടെ എഫ് ഓഫ് ടി ഇവിടെ കോസ് ഒമേഗ ടി ആണ്, അത് ആദ്യം എഴുതുക. വിച്ച് ഈസ് ഈക്വൽ ടു എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഇതാണ് നമ്മുടെ എഫ് ഓഫ് എസ്. ഇനി വേണ്ടത്, സോ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി കോസ് ഒമേഗ ടി ഈക്വൽ ടു, ഇതാണ് നമ്മൾ യൂസ് ചെയ്ത റിസൾട്ട്, ഈക്വൽ ടു -1 ഇൻറ്റു എഫ് ഡാഷ് എസിന് പകരം ഞാൻ ഡി ബൈ ഡി എസ് ഓഫ് നിട്ടു, എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെറിവേറ്റീവ് കാണാനായിട്ട് ഇവിടെ കോഷ്യന്റ് റൂൾ യൂസ് ചെയ്യുക. അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ ന്യൂമറേറ്ററിലേക്ക് എത്തുമ്പോൾ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എസ് 1 മൈനസ് എസ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഈസ് 2s വിച്ച് ഈസ് ഈക്വൽ ടു -1 ഇൻറ്റു ന്യൂമറേറ്റർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എസ് സ്ക്വയർ ഉണ്ട് മൈനസ് എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് 2s സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് 2s സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ, ഇവിടെ ഒരു സ്ക്വയറിൻ്റെ മിസ്സായിട്ടുണ്ട്, എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഹോൾ സ്ക്വയർ which is equal to -1 into numerator s square minus 2s square minus s square plus omega square by s square plus omega square whole square which is equal to, നമുക്ക് മൈനസ് കൊണ്ട് കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. -1 into minus s square minus omega square by s square plus omega square whole square. അപ്പോൾ ഇതാണ് എൻ്റെ റിസൾട്ട്, എൽ ഓഫ് ടി കോസ് ഒമേഗ ടിയുടെ റിസൾട്ട്. നെക്സ്റ്റ് പ്രോബ്ലം എൽ ഓഫ് ടി സ്ക്വയർ സൈൻ ഒമേഗ ടി. ഇവിടെ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ എഫ് ഓഫ് ടി, അതിൽ n ഈക്വൽ ടു 2 ആവുന്ന കേസാണ് വരുന്നത്. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു -1 റേസ് ടു എൻ എഫ് എൻ എസ്, where f of s is Laplace transform of f of t. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ഒമേഗ ടി ആണ് വേണ്ടത്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എ ടിയുടെ ഫോർമുല എന്താണ്? എ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ ഇവിടെ വരുന്നത് ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഇനി ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ സൈൻ ഒമേഗ ടി. അപ്പോൾ ഇവിടത്തെ കേസിൽ n ഈസ് ഈക്വൽ ടു 2 ആണ്. 2 ആകുമ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ ഈസ് ടി സ്ക്വയർ സൈൻ ഒമേഗ ടി ഈസ്, നമുക്ക് ഫോർമുല തന്നെ ഒന്നുകൂടെ എഴുതാം, -1 all square into d square by ds square of f of s. ഇവിടുത്തെ f of s എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ s ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആണ്. -1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 തന്നെ, d സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയർ ഓഫ് ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ which is equal to d by ds of
d by again one more d by ds of omega by a square plus omega square. നമ്മൾ രണ്ട് തവണ സക്സസീവ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തു കഴിയുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ കോഷ്യൻ റൂൾ വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ഞാനിപ്പോൾ ചെയ്യാൻ പോണത് ഒമേഗ എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്, അത് വെളിയിലെടുത്തു. പിന്നെ 1/x ഡെറിവേറ്റീവ് -1/x². അപ്പം -1/s² പ്ലസ് ഒമേഗ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇനി s² ഡെറിവേറ്റീവ് ഫംഗ്ഷൻ റൂൾ വെച്ചിട്ട് 2s. ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഷ്യൻ റൂൾ തന്നെ ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ ഡിനോമിനേറ്റർ സ്ക്വയർ, ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് അങ്ങനെ ചെയ്താൽ മതി. which is equal to d by ds of -2 omega s by s² plus omega square whole square. ഇനി വീണ്ടും ഡെറിവേറ്റീവ് കാണണം. അതിന് വേണ്ടിയിട്ട് കോഷ്യൻ റൂൾ യൂസ് ചെയ്യുക. which is equal to s² plus omega square whole square. ഹോൾ സ്ക്വയറിൻ്റെ സ്ക്വയർ അപ്പോൾ all raised to 4. ഇവിടെ ഡിനോമിനേറ്റർ ഇൻറ്റു -2 omega s ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു s ആയതുകൊണ്ട് -2 omega മൈനസ് ഓഫ് ന്യൂമറേറ്റർ ഇൻറ്റു -2 omega s ഇൻറ്റു s² പ്ലസ് ഒമേഗ സ്ക്വയർ ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു s² പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു 2s. ഇനി ഇതിൽ നമുക്ക് ന്യൂമറേറ്ററിൽ നിന്ന് ഒരു s² പ്ലസ് ഒമേഗ സ്ക്വയർ കോമൺ ആയിട്ട് വെളിയിലെടുക്കുക, രണ്ട് ടേമിലും ഉള്ളതായതുകൊണ്ട്. ഇതിൽ വരുന്ന -2 omega ഇൻറ്റു s² പ്ലസ് ഒമേഗ സ്ക്വയർ. ഇനി ഇവിടുത്തെ s² പ്ലസ് ഒമേഗ സ്ക്വയർ വെളിയിലെടുത്ത് കഴിഞ്ഞ് ബാക്കിയുള്ളത് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് പ്ലസ് 2 ഇൻറ്റു 2 ഇൻറ്റു 2 4 ഇൻറ്റു 2 8 ഒമേഗ ഇൻറ്റു s² by s² പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ റേസ്ഡ് ടു 4. ഇതിൽ ഒരു s² പ്ലസ് ഒമേഗ സ്ക്വയർ കട്ട് ചെയ്യും. ഇനി നമ്മളതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -2 omega സ്ക്വയർ -2 omega s² പ്ലസ് 8 omega s², അതെന്താവും 6 omega s²ഉം മറ്റേത് -2 omega ഇൻറ്റു ഒമേഗ സ്ക്വയർ which is equal to, കാണാൻ പാകത്തിനായ വേണ്ടിയാണ് ഞാൻ ഇവിടെ തന്നെ എഴുതുന്നത്, മൈനസ് ഇല്ല, -2 omega സ്ക്വയർ പ്ലസ് 6 omega s² മൈനസ് 2 omega ഇൻറ്റു ഒമേഗ സ്ക്വയർ 2 omega ക്യൂബ് ഡിവൈഡഡ് ബൈ s² പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ ക്യൂബ്. ഇതാണ് അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം. ഇനി സെക്ഷൻ എയിലെ തേർഡ് പ്രോബ്ലം, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് t e raised to -t sin 3t. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ്, നമ്മൾ ആദ്യം sin 3tയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം അറിയാം, നമ്മൾ കണ്ടുപിടിക്കുക. പിന്നെ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e raised to -t sin 3tയുടെ കണ്ടുപിടിക്കുക. എന്നിട്ട് ലാപ്ലാസ് 3 സ്റ്റെപ്പായിട്ട് വേണം ചെയ്യാനായിട്ട്. ഫസ്റ്റ് സ്റ്റെപ്പിൽ, അതായത് റൈറ്റ് സൈഡിൽ നിന്നാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് sin 3t ഇവാലുവേറ്റ് ചെയ്യാം. sin 3t is Laplace transform of sin 8t is a by s² plus omega a². ഇവിടെ a equal to 3 by s² plus 3² എന്ന് പറഞ്ഞാൽ 9. ഇനി അടുത്തത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e raised to -t sin 3t. ഇവിടെ നമുക്കുള്ളത് ഷിഫ്റ്റിംഗ് തിയറം നമ്മൾ യൂസ് ചെയ്യണം. ഷിഫ്റ്റിംഗ് തിയറം എന്താണ്? നമ്മുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് sin 3tയിൽ റീപ്ലേസ് s by s minus a. ഇവിടെ a is equal to -1, സോ s plus 1 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ 3 by ഈ s² plus 1ലെ എസിൻ്റെ സ്ഥലത്ത് s plus 1 whole square plus 9. ഇനി അത് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. which is equal to 3 by a plus b whole square is a² plus 2ab plus b². അപ്പോൾ 2s plus 1ഉം പ്ലസ് 9ഉം കൂടെ വരുമ്പോഴത്തേക്കും പ്ലസ് 10. ഇനി ചെയ്യേണ്ടത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ്, ഇവിടെ നമ്മൾ എഴുതുക യൂസിങ് ഏത് തിയറാണ്? ഷിഫ്റ്റിംഗ് തിയറം. യൂസിങ് ഷിഫ്റ്റിംഗ് തിയറം. ഇനി അടുത്തത്
ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇ റേസ് ടു മൈനസ് ടി സൈൻ 3t. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടിയുടെ റൂളും കൂടെ യൂസ് ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ്, അപ്പോൾ നമ്മൾ ടി ഇതിൻ്റെ ഫോർമുല യൂസ് ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു -1 ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ്, which is equal to -1 into d by ds of 3 by s square plus 2s plus 10, which is equal to -1 into, ഇവിടെ നമ്മൾ 1/x ഫോർമുലയാണ് ഉപയോഗിക്കുക. 1/x ഡെറിവേറ്റീവ് ഇവിടെ 3 കോൺസ്റ്റൻറ്റ് വെളിയിലെടുത്തു, -1 by square, അപ്പോൾ s square plus 2s plus 10 whole square into s square plus 2s ഡെറിവേറ്റീവ്, s square into 2s plus 2. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ, വലിയ കോംപ്ലിക്കേറ്റഡ് ഇല്ലാത്ത വരുവാണെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് വെച്ചിട്ട് നിർത്താം. ഇപ്പോൾ ആകെ -1 into 3 -3 into -1 3 ഇൻറ്റു ഇവിടെ നിന്ന് വേണമെങ്കിൽ 2 വെളിയിലെടുക്കാം, 6s 3 ഇൻറ്റു 2s 6s 3 ഇൻറ്റു 2 6 ബൈ s സ്ക്വയർ പ്ലസ് 2s പ്ലസ് 10 ഹോൾ സ്ക്വയർ. ഇതാണ് 2 ആണ്. ഇതാണ് ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം. ഇനി സെക്ഷൻ എയിലെ 4th മുതലുള്ള പ്രോബ്ലം നിങ്ങൾ തന്നെ ചെയ്യുക. അതിനുള്ള മെത്തേഡാണ് 4th പ്രോബ്ലം, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി സൈൻ സ്ക്വയർ ടി. നമ്മൾ ഏറ്റവും ആദ്യം ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ സ്ക്വയർ ടി ഇവാലുവേറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് 1 - cos 2t/2 യൂസ് ചെയ്യുക. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 - cos 2t/2 ഈസ്, അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതാണ് എഫ് ഓഫ് എസ്. എന്നിട്ട് -1 ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി എഫ് ഓഫ് ടി ഈസ് -1 ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് -1 ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് കൂടെ കണ്ടുപിടിക്കുക. അടുത്ത ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി സൈൻ എച്ച് എ ടി. അപ്പോൾ സൈൻ എച്ച് എ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം a/s² മൈനസ് a², അതിൽ a/s² മൈനസ് a², അതിൽ അതാണ് എഫ് ഓഫ് എസ്. എന്നിട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി സൈൻ എച്ച് എ ടി ഈസ് -1 ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് ആണ്. അടുത്ത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇ സ്ക്വയർ കോസ് എ ടി, അതിനും അല്ല ടി സ്ക്വയർ കോസ് എ ടി. അപ്പോൾ ആദ്യം ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എ ടി ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു s/s² പ്ലസ് a². അതിന് ടി സ്ക്വയറിന് -1 ഹോൾ സ്ക്വയർ ഡി സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയർ ഓഫ് എഫ് ഓഫ് എസ്. അടുത്തത് 7th പ്രോബ്ലം, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇ റേസ് ടു മൈനസ് ടി സൈൻ എച്ച് എ ടി. അതിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി ഈസ്, നമ്മൾ ആദ്യം ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എച്ച് എ ടി ചെയ്യുക, a/s² മൈനസ് a². എന്നിട്ട് ഇ റേസ് ടു മൈനസ് ടി, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് ടി സൈൻ എച്ച് എ ടി ചെയ്യുക. അപ്പോൾ റീപ്ലേസ് s/s പ്ലസ് 1 കിട്ടും. എന്നിട്ട് -1 ഇൻറ്റു ഡി ബൈ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇ റേസ് ടു മൈനസ് ടി സൈൻ എച്ച് എ ടി എന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് ടി സൈൻ എച്ച് എ ടി കൊടുക്കാം. അടുത്തത് 8th പ്രോബ്ലം. ഇത്തിരി കുറച്ചധികം ലെങ്തി സ്റ്റെപ്പാണ്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 2t അത് ഇവാലുവേറ്റ് ചെയ്യുക, ഈസ് 2/s² പ്ലസ് 4. എന്നിട്ട് റീപ്ലേസ് s/e റേസ് ടു മൈനസ് 3t ആയതുകൊണ്ട് റീപ്ലേസ് s/s പ്ലസ് 3 കൊടുക്കുക. പിന്നെ അതിൻ്റെ 2 തവണ ഡെറിവേറ്റീവ് എടുക്കണം, d² ബൈ da² ഓഫ് എഫ് ഓഫ് എസ്. ഇത്രയാണ് സെക്ഷൻ എയിലെ പ്രോബ്ലംസ്. അടുത്തത് സെക്ഷൻ ബിയിലെ ഫസ്റ്റ് പ്രോബ്ലം ആണ്, എൽ ഓഫ് 1 - e റേസ് ടു t/t. ഇത് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഡിവിഷൻ ബൈ ടി എന്നുള്ള ഫോം ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത്. എൽ ഓഫ് എഫ് ഓഫ് ടി ബൈ ടി ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ s ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഡി എസ്. ഇതിൽ അപ്പം നമ്മൾ ആ ന്യൂമറേറ്ററിലുള്ള ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് ആദ്യം ഇവാലുവേറ്റ് ചെയ്യേണ്ടത്.
അപ്പോൾ നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് ഇ റേസ് ടു ടി ഇവാലുവേറ്റ് ആണ്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 ഈസ് 1 ബൈ എസ്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു ടി ഈസ് 1 ബൈ ഇ റേസ് ടു ടി എസ് മൈനസ് എ. ഇവിടെ എ ഈക്വൽ ടു 1, എസ് മൈനസ് 1. അപ്പോൾ ഇതാണ് ഇവിടുത്തെ എഫ് ഓഫ് എസ്. സോ therefore Laplace transform of 1 minus e raised to t by t is equal to integral s to infinity f of s ds, which is equal to integral s to infinity 1 by s minus 1 by s minus 1 ds. Which is equal to 1 by s into integral log s minus log s minus 1. 1 by s minus 1 into integral log s minus 1 from s to infinity. Which is equal to log s by s minus 1. Log a by log b is. അപ്പോൾ നമ്മളിത് ചെയ്യാനായിട്ട് ഏറ്റവും ആദ്യം എസ് വെളിയിലേക്ക് എടുക്കുക. ലോഗ് ഓഫ് എസ് എടുക്കുമ്പോൾ 1 മൈനസ് 1 ബൈ എസ്. നമുക്ക് ഇൻഫിനിറ്റി ഡയറക്റ്റ് കൊടുക്കാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ എസ് വെളിയിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഒരു എസ് ക്യാൻസൽ ആവും. ഫ്രം എസ് ടു ഇൻഫിനിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലോഗ് 1 മൈനസ് 1 ബൈ ഇൻഫിനിറ്റി 0. ലോഗ് 1, അപ്പോൾ ആൻസർ വരിക ലോഗ് 1. ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 മൈനസ് 1 ബൈ ഇൻഫിനിറ്റി മൈനസ് ലോഗ് 1 ബൈ 1 മൈനസ് 1 ബൈ എസ്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1 ബൈ ഇൻഫിനിറ്റി 1 is 0. ലോഗ് 1 വിച്ച് ഈസ് ഈക്വൽ ടു ലോഗ് 1 മൈനസ് ലോഗ് 1 ബൈ, വീണ്ടും നമ്മൾ കോഎഫിഷ്യന്റ് തിരിച്ചെഴുതുക, എസ് മൈനസ് 1 ബൈ എസ്, which is equal to log 1 0. log 1 by s minus 1 by s is log s by s minus 1. ഇനി മൈനസ് കളയാൻ വേണ്ടിയിട്ട് ഒന്നോടെ റെസിപ്രോക്കൽ എടുത്താൽ മതി, which is equal to log s minus 1 by s. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ വാല്യൂ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഇതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും ഫൈനലി കിട്ടുന്ന ആൻസർ. ഇവിടെ നമുക്ക് കിട്ടുന്ന ലോഗ് എസ് ബൈ എസ് മൈനസ് 1 ടു ഇൻഫിനിറ്റി ആണ്. എസ് ടു ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ അതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും. പക്ഷേ കുറച്ച് സ്റ്റെപ്പുകൾ ഇടയിലുണ്ട്, നിങ്ങൾക്കുള്ള ഹിൻ്റാണത്. ഇത് സെക്ഷൻ സിയിലെ ഫസ്റ്റ് പ്രോബ്ലം ആണുള്ളത്. ഇത് ഫസ്റ്റ് പ്രോബ്ലം ചെയ്യുന്നതിൽ ഇതിൽ ഇൻ്റഗ്രൽ, ഇത് ഇത്തിരി ഡിഫിക്കൽട്ട് പ്രോബ്ലം ആയതുകൊണ്ട്, ഡിഫിക്കൽട്ട് അല്ല സാധാരണ ചെയ്യാറുള്ള പ്രോബ്ലം അല്ലാത്തതുകൊണ്ട് ഇതിലെ രണ്ട് സെക്ഷനിലെ രണ്ട് പ്രോബ്ലം ചെയ്യുവാണ്. ഇൻ്റഗ്രൽ 0 ടു ടി സൈൻ ടി ബൈ ടി ഡി ടി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും ആദ്യം ഇതിന് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ടി ചെയ്യുക. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ടി ഇസ് ഈക്വൽ ടു, സൈൻ എ ടിയുടെ ഫോർമുല എന്താണ്? എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പോൾ 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇനി നമ്മൾ സൈൻ ടി ബൈ ടി കാണുക. അപ്പോൾ ഡിവിഷൻ ബൈ ടിയുടെ ഫോർമുല എന്താണ്? ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഡി എസ്. ഞാൻ ആ ഫോർമുല ഇവിടെ എഴുതുവാണ്. എൽ ഓഫ് എഫ് ഓഫ് ടി ബൈ ടി, എഫ് ഓഫ് ടി ബൈ ടി is equal to integral s to infinity f of s ds. അപ്പോൾ which is equal to integral s to infinity f of s is 1 by s square plus 1 ds. ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ tan inverse s from s to infinity, which is equal to tan inverse infinity minus tan inverse s. tan inverse ഇൻഫിനിറ്റിയുടെ വാല്യൂ tan എപ്പോഴാണ് ഇൻഫിനിറ്റി ആവുന്നത്? 0. cos sin 0 by cos 0. sin 0
sin 0 by cos pi by 2. Tan inverse 0 ക്കല്ല pi by 2. 0യിൽ 0 ഇൻഫിനിറ്റി ആവുന്നത് pi by 2ൽ, which is equal to pi by 2 minus tan inverse s. Pi by 2 minus tan inverse s equal to cot inverse s. ഇനി അടുത്തത് ക്വസ്റ്റ്യനിൽ ഇൻ്റഗ്രൽ 0 to t sin t by t dt ആണ് ചോദിച്ചേക്കുന്നത്, which is equal to ഇനി ഫോർമുല ഇൻ്റഗ്രൽ 0 to t f of s ds equal to f of t dt is equal to f of s by s അല്ലെങ്കിൽ 1 by s f of s. This is equal to ഇവിടുത്തെ വാല്യൂ cot inverse s, which is equal to cot inverse s by s. Using ഇതാണ് റീസൺ. Using the result integral 0 to t f of t dt is equal to f of s by s. ഇതിൽ സെക്ഷൻ സിയിലെ സെക്കൻഡ് പ്രോബ്ലം ആണ് ഇൻ്റഗ്രൽ 0 to t e raised to minus t cos t dt. ഇത് ചെയ്യുന്നതിന് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് cos t ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് cos t ഈസ് s by s സ്ക്വയർ പ്ലസ് a സ്ക്വയർ, ഇവിടെ a equal to 1, s സ്ക്വയർ പ്ലസ് 1. അടുത്തത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e raised to minus t cos t ചെയ്യാം, which is equal to replace s by s minus a. ഇവിടുത്തെ a equal to minus 1 ആണ്, അപ്പോൾ s by s plus 1, s plus 1 by s plus 1 all square plus 1, which is equal to s plus 1 by s square plus 2s plus 2. ഇനി ചെയ്യേണ്ടത് therefore integral 0 to t e raised to minus t cos t dt is equal to, ഇവിടെ എഴുതിയില്ല യൂസിങ് ഷിഫ്റ്റിംഗ് തിയറം, ഇവിടെ യൂസിങ് ഷിഫ്റ്റിംഗ് തിയറം is equal to 1 by s f of s, which is equal to 1 by s into s plus 1 by s square plus 2s plus 2. Reason since integral 0 to t f of t dt is equal to 1 by s f of s.